നമ്മൾ ഇന്ന് ഒരു സാധാരണക്കാരൻ, ഒരു കലാകാരൻ, ഒരു വലിയ കോർപ്പറേഷനോട് എങ്ങനെയാണ് തനിക്ക് നേരിട്ട അനീതിക്കെതിരെ പോരാടിയതെന്നും ആ പോരാട്ടം ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സംഭവമായി മാറിയതിനെക്കുറിച്ചും സംസാരിക്കാൻ പോവുകയാണ്. ഇത് ഡേവ് കരോൾ എന്ന സംഗീതജ്ഞൻ്റെ കഥയാണ്. യുണൈറ്റഡ് ബ്രേക്സ് ഗിത്താർസ് എന്ന ആഗോള പ്രതികാരത്തിൻ്റെ കഥ. വർഷം 2008. കാനഡയിലെ ഹാലിഫാക്സിൽ നിന്നുള്ള സംഗീതജ്ഞനായ ഡേവ് കരോൾ യുണൈറ്റഡ് എയർലൈൻസിൻ്റെ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ചിക്കാഗോയിലേക്ക് പോകാൻ ഡെൻവറിൽ വിമാനം മാറി കയറേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കസ്റ്റം മെയ്ഡ് ടെയ്ലർ ഗിത്താർ ഉണ്ടായിരുന്നു. ലഗേജ് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ തൻ്റെ ഗിത്താറിനോട് അശ്രദ്ധമായി പെരുമാറുന്നത് വിമാനത്തിൻ്റെ വിൻഡോയിലൂടെ ഡേവ് കണ്ടു. ഡേവ് ഉടൻ തന്നെ വിമാനത്തിലെ ജീവനക്കാരോട് പരാതിപ്പെട്ടു. ചിക്കാഗോയിലെത്തിയപ്പോൾ ഗിത്താർ പൊട്ടിയ നിലയിലായിരുന്നു. ഡേവ് യുണൈറ്റഡ് എയർലൈൻസിൻ്റെ കസ്റ്റമർ സർവീസുമായി 1 വർഷത്തോളം ബന്ധപ്പെട്ടു. നിരവധി കോളുകൾ, ഇമെയിലുകൾ, പരാതികൾ, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. യുണൈറ്റഡ് എയർലൈൻസ് തങ്ങളുടെ തെറ്റ് സമ്മതിക്കാനോ നഷ്ടപരിഹാരം നൽകാനോ തയ്യാറായില്ല. ഡേവ് കരോൾ ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന് പ്രതിഷേധിക്കാൻ അറിയുന്ന ഏറ്റവും നല്ല മാർഗം സംഗീതത്തിലൂടെയായിരുന്നു. 1 വർഷത്തെ നിരാശയ്ക്ക് ശേഷം അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനമെടുത്തു. തൻ്റെ ദുരനുഭവത്തെക്കുറിച്ച് ഒരു പാട്ട് എഴുതാൻ തീരുമാനിച്ചു. ആ പാട്ടിൻ്റെ പേരായിരുന്നു യുണൈറ്റഡ് ബ്രേക്സ് ഗിത്താർസ്. 2009 ജൂലൈ 6 ഡേവ് ഈ പാട്ടിൻ്റെ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ റിലീസ് ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ ഈ വീഡിയോ വൈറലായി. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. യുണൈറ്റഡ് എയർലൈൻസിൻ്റെ അനാസ്ഥയെക്കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞു. ആളുകൾ ഈ പാട്ട് ഷെയർ ചെയ്തും കമൻറ്റുകളിട്ടും ഡേവിന് പിന്തുണ നൽകി. യുണൈറ്റഡ് എയർലൈൻസിന് ഈ വീഡിയോ ഒരു വലിയ തിരിച്ചടിയായി. അവരുടെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞു. മാധ്യമങ്ങളുടെ ഈ സംഭവം ഏറ്റെടുത്തതോടെ അവരുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം തട്ടി. അവസാനം ഗത്യന്തരമില്ലാതെ യുണൈറ്റഡ് എയർലൈൻസ് ഡേവ് കരോളിനോട് മാപ്പ് പറഞ്ഞു. ഡേവിന് നഷ്ടപരിഹാരം നൽകാൻ അവർ തീരുമാനിച്ചു. എന്നാൽ ഡേവ് ഇത് നിരസിച്ചു. പകരം ആ പണം ഒരു സന്നദ്ധ സംഘടനയ്ക്ക് സംഭാവന ചെയ്യാൻ ഡേവ് ആവശ്യപ്പെട്ടു. കൂടാതെ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജീവനക്കാർക്ക് മികച്ച പരിശീലനം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡേവ് കരോളിൻ്റെ കഥ ഒരു സാധാരണക്കാരൻ്റെ ശക്തിയുടെ തെളിവാണ്. സോഷ്യൽ മീഡിയയുടെ ശക്തിയും ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു വലിയ കോർപ്പറേഷനെ മുട്ടുകുത്തിക്കാൻ കഴിയുന്നതെന്നും ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. അനീതിക്കെതിരെ പോരാടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒരു പാട്ടിലൂടെ ഡേവ് കരോൾ തനിക്ക് സംഭവിച്ച അനീതിക്ക് പ്രതികാരം ചെയ്യുക മാത്രമല്ല ചെയ്തത്, ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു. ഓർക്കുക, നിങ്ങളുടെ ശബ്ദത്തിനും ശക്തിയുണ്ട്. അത് ഉപയോഗിക്കാൻ മടിക്കരുത്. അടുത്ത തവണ നിങ്ങളൊരു സേവനത്തിൽ അസംതൃപ്തനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങളോട് മോശമായി പെരുമാറിയാൽ ഡേവ് കരോളിനെ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ കഥ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.